സമയമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ആളുകൾക്ക് പുതിയ തലമുറയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവരല്ല പഴയ രാഷ്ട്രീയ നേതാക്കൾ. അവർ പറയുന്ന രീതി ശരിയല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റില്ല, അല്ലെങ്കിൽ ഭാഷ ശരിയല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നീണ്ട പ്രസംഗം, ഇതൊന്നും ഒരു താത്വിക. രണ്ടാമത്തെ കാര്യം, പഴയ ഐഡിയോളജികൾ പലതും അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ അതിനെ അഡ്രസ് ചെയ്യുന്നില്ല ഇവിടെ ആരും. അവരോട് സംവദിക്കാൻ പറ്റുന്നില്ല. അതിന് ഒരുപാട് കാരണം. അവരുടെ ഭാഷയിലേക്ക് പറ്റുന്നില്ല, അവരുടെ സംഘടനാ രീതിയിലേക്ക് പറ്റുന്നില്ല, അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ. ഞാൻ ഈ ഒറ്റ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാനൊരു കോളേജിൽ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ രാഷ്ട്രീയം പറയല്ല, ആ കുട്ടികൾ പല കുട്ടികളുണ്ട്. ആ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത്? He is the only politician who addressed climate change, climate crisis. Climate crisis എന്ന വാക്ക് പറയാൻ ആധുനിക പൊളിറ്റീഷ്യൻസിന് കഴിയുന്നില്ല, പഴയ പൊളിറ്റീഷ്യൻസിന്. എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിലുള്ള പ്രശ്നം ഫ്യൂച്ചറാണ്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ എന്നത് ഏതാണ്ട് ബ്ലീക്കായി നിൽക്കുന്ന ഒരു ജനറേഷനോടാണ് നിങ്ങൾ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒന്ന്, ഡെമോക്രസി എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും രാജപ്രജ വിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് അത് തരാം, നിങ്ങൾക്ക് ഇത് തരാം എന്ന് പറയുന്ന രാജപ്രജാ ബന്ധത്തിൽ നിന്ന് പൗരനും ഗവൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അവർ ഡെമോക്രസി ആഗ്രഹിക്കുന്ന ആളുകൾ, ന്യൂ ജനറേഷൻ എല്ലാ സ്ഥലത്തും ഡെമോക്രസിക്ക് വേണ്ടി. നിങ്ങൾ ഡെമോക്രസിക്ക് വേണ്ടി സ്വതന്ത്രമായി സംസാരിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ മാവോയിസ്റ്റ് ആവും, നിങ്ങൾ അർബൻ നക്സലാവും, നിങ്ങൾ വേറെ തീവ്രവാദിയാവും, ഭീകരവാദിയാവും, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ആളാവും. അങ്ങനെ പറ്റില്ല. ഇത് രാജു എബ്രഹാമിനെ പിന്നിൽ നിന്ന് കുത്തിയതല്ലോ സിആർ. അല്ലല്ല, രാജു എബ്രഹാം എന്നല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കളും. ഞാൻ പറയുന്നത് ഞാനടക്കമുള്ള ജനറേഷൻ ഔട്ട്ഡേറ്റഡ് ആണ്. സിആർ നീലകണ്ഠൻ ചെറുപ്പമാണോ? ഞാൻ എന്റെ മനസ്സുകൊണ്ട് ചെറുപ്പമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.